ഒരു പാചക മത്സരത്തിൽ ഈ ഒരു പയ്യന്റെ പാത്രത്തിന്റെ കൈ പെട്ടെന്ന് പൊട്ടി ആ ഭക്ഷണം മുഴുവൻ താഴേക്ക് വീണു. ഇത് കണ്ട് അവന്റെ എതിരാളി അവനെ കളിയാക്കി ചിരിച്ചതും അത് അയാളുടെ പണിയാണെന്ന് അവന് മനസ്സിലാകുന്നു. മത്സരം തീരാൻ വെറും 10 മിനിറ്റ് ബാക്കി നിൽക്കെ അവൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു നിൽക്കുന്നത് കണ്ട് ഓഡിയൻസ് മുഴുവൻ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ഇത് കണ്ട് ജഡ്ജുകൾക്കും എന്തോ ശരിയില്ലെന്ന് മനസ്സിലായി ആ മത്സരം ഒന്നുകൂടി നടത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു. മത്സരത്തിന് വേണ്ട സാധനങ്ങൾ അവർ വീണ്ടും എടുക്കാൻ ചെന്നപ്പോൾ ആ പയ്യൻ അവന്റെ എതിരാളി എടുക്കുന്ന അതേ സാധനങ്ങൾ പ്രതികാരത്തിനായി മനഃപൂർവ്വം എടുക്കുന്നു. ദേഷ്യം വന്നവന്റെ എതിരാളിയും ആ പയ്യനും ഇപ്പോൾ ഒരു കഷ്ണം ഇറച്ചിക്ക് വേണ്ടി നിലത്ത് കടന്ന് തല്ലുകൂടുന്നു. ജഡ്ജുകൾ അത് നിർത്താൻ പറഞ്ഞ് മത്സരം ആരംഭിച്ചത് എതിരാളി ഒരു ടോപ്പ് ചെത്തി മിനുക്കിക്കൊണ്ടിരിക്കെ ആ പയ്യൻ മനഃപൂർവ്വം ശബ്ദമുണ്ടാക്കി അതിലൂടെ കൺട്രോൾ കളയുന്നു. അവിടെ വേറെ പാത്രം ഇല്ലാത്തത് കാരണം നിലത്ത് പൊട്ടി വീണ് കിടക്കുന്ന ആ പാത്രം എടുത്ത് അവൻ വളരെ സിമ്പിൾ ആയ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. പക്ഷേ അവന്റെ എതിരാളിയുടെ ഭക്ഷണമായി കമ്പയർ ചെയ്യുമ്പോൾ അവന്റെ ഭക്ഷണത്തിന് ക്വാളിറ്റി കുറവാണ്. ജഡ്ജുകൾ ഭക്ഷണം എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി വിചാരിച്ചതുപോലെ അവന്റെ എതിരാളി ആ മത്സരത്തിൽ വിജയിക്കുന്നു. പക്ഷേ 3 ദിവസത്തോളം റെസ്റ്റിന് വെച്ച് തയ്യാറാക്കേണ്ട ഒരു സൂപ്പ് 10 മിനിറ്റിൽ നീ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ജഡ്ജ് അവന്റെ എതിരാളിയോട് ചോദിച്ചതും ആ പയ്യന് ഒരു സംശയം തോന്നി. വിചാരിച്ചതുപോലെ മുൻപേ തയ്യാറാക്കി വെച്ച ഒരു സൂപ്പാണ് അവന്റെ എതിരാളി കൊണ്ടുവന്നത്. അങ്ങനെ അവന്റെ എതിരാളിയെ ഡിസ്ക്വാളിഫൈ ചെയ്ത് ആ പയ്യൻ ആ മത്സരത്തിൽ വിജയിക്കുന്നു.